ചേട്ടാ പൊടിഞ്ഞിക്കാലേക്കാണോ? അയ്യോ, ഞങ്ങൾ ആ വഴിക്കല്ല. ട്രൈബ്സിനുള്ള റേഷനായിട്ട് ഒരു ലോറി പുറകെ വരുന്നുണ്ട്. അവർക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോവാം. അതെപ്പോഴാ വരാന്നറിയോ? താങ്ക് യു. സ്റ്റോപ്പ് ചേട്ടാ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. ചേട്ടാ ഞാനും കൂടി പൊടിഞ്ഞിക്കാലേക്കാ. കേറിക്കോ. താങ്ക് യു ചേട്ടാ. പോവാം. ഈ ലോഡ് റേഷൻ കടയിലേക്കുള്ളതാ? അല്ല, ഇത് തന്നെയാ റേഷൻ കട. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊരു ഗവൺമെന്റ് പദ്ധതിയാണ്. ഗോത്രവർഗ കുടുംബങ്ങൾക്ക് അവരുടെ റേഷൻ അവരുടെ ഉന്നതികളിൽ എത്തിച്ചു കൊടുക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയാണിത്. ഏകദേശം 130ഓളം ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ഭക്ഷ്യധാന്യം വിതരണം നടത്തി വരുന്നുണ്ട്. എന്നിട്ട് അവര് ഹാപ്പി അല്ലേ? ഞങ്ങളെല്ലാ മാസവും ആദ്യം റേഷനുമായി ഉന്നതികളിലെത്തും. റേഷൻ അവരുടെ കയ്യിൽ സുരക്ഷിതമായി കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്, ഞങ്ങളും. അത് മാത്രമല്ല, ഇത് നമ്മുടെ സർക്കാരിന്റെ വളരെ മാനുഷികമായ ഒരു ഇടപെടൽ കൂടിയാണ്. ചേട്ടാ ഇവിടെ ആനയൊക്കെ വരാറുണ്ടോ? മുമ്പൊരു വട്ടം റോഡിന് കുറുകെ നിന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങക്ക് പേടിയില്ല? പേടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതൊരു സമൂഹത്തിന്റെ ക്ഷേമം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ലേ. ശാന്തമ്മയുടെ കാർഡ് ഇങ്ങോട്ട് തന്നെ. പ്രവീണ്, അത് കൊടുത്തു കഴിഞ്ഞോ? ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാ. ഇത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. ഈ സമൂഹത്തിന്റെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്താനുള്ള സർക്കാരിന്റെ ഒരു തലോടലാണ് ഈ സഞ്ചരിക്കുന്ന റേഷൻ കട. ഇവരുടെയൊക്കെ ഈ നിറപുഞ്ചിരിയാണ് അതിന്റെ വിജയവും. ചേട്ടാ, ഓ താങ്ക്സ് ചേച്ചി. അപ്പോ അടുത്ത വരവിനായി ഞങ്ങൾ കാത്തിരിക്കും. ബൈ ബൈ. സിജോ, നാളത്തെ ലോഡ് റെഡിയല്ലേ? റേഷൻ ഇൻസ്പെക്ടറും കൂടെ കാണും. നമുക്കൊരു 10 ആവുമ്പോഴേക്കും പറയേക്കാട് എത്തണം. അത് കഴിഞ്ഞ് ഏലു പറ.